സാർ നമസ്കാരം. കേരളത്തിൽ ചോദ്യം ചെയ്യാനാവാത്ത ശക്തിയായി 10 വർഷക്കാലം ഭരണത്തെയും പാർട്ടിയെയും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളെ ഇന്നലെ ED ചോദ്യം ചെയ്തിരിക്കുന്നു CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ. ഇന്നലെ രാവിലെ ഏതാണ്ട് 10:30 വീണ വിജയനെ ചോദ്യം ചെയ്യൽ രാത്രി 8:30-9 മണിയോടുകൂടിയാണ് സമാപിക്കുന്നത്. ഏതാണ്ട് 8.5 മണിക്കൂറാണ് അവരെ ചോദ്യം ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ സമയം അത്രയും വീണ വിജയനോട് ED ഉദ്യോഗസ്ഥർ ചോദിച്ച ചോദ്യങ്ങൾക്ക് സമ്പൂർണമായ രീതിയിൽ വ്യക്തതയുള്ള ഉത്തരങ്ങൾ നൽകാൻ വീണ വിജയനായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് സേവനമാണ് CMRLന് എക്സാലോജിക് എന്ന കമ്പനിയിലൂടെ ലഭ്യമാക്കിയത് എന്നുള്ളതിന് വീണ വിജയൻ പറഞ്ഞത്, താൻ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നുള്ള സേവനങ്ങളാണ് CMRL നൽകിയത്. അതിന് ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ താൻ നടത്തിയിരുന്ന എക്സാലോജിക് എന്ന കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, മാത്രമല്ല അതിൻ്റെ വിശദാംശങ്ങളെല്ലാം അന്ന് ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് മാത്രമേ അറിയൂ, അങ്ങനെയെങ്കിൽ ആ രേഖകളെല്ലാം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാകുമല്ലോ, അവ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ കമ്പനി തന്നെ നിർത്തലാക്കി പോയിരിക്കുന്നു, അതുകൊണ്ട് ആ കമ്പ്യൂട്ടറുകളൊന്നും ഇപ്പോൾ ലഭ്യമല്ല, അതുകൊണ്ട് രേഖകൾ ലഭ്യമല്ല എന്ന് പറയുമ്പോൾ സാമാന്യേന മൂക്ക് കീഴ്പോട്ട് നീണ്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാൻ സാധിക്കും ഇതിലെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത്. 2013 ഒരാൾക്ക് മാത്രം ഒരു കമ്പനി ഡയറക്ടറായിക്കൊണ്ട് ഒരു കമ്പനി തുടങ്ങാമെന്നുള്ളൊരു നിയമനം വന്നത്. അതിന് മുൻപ് 2 പേരെങ്കിലും ഒരു കമ്പനി തുടങ്ങുന്നതിന് ആവശ്യമായി ഉണ്ടായിരിക്കണം എന്നുള്ള നിയമം മാറ്റിയതോടുകൂടിയാണ് വീണ വിജയൻ എക്സാലോജിക് എന്ന കമ്പനി ഒരു ആളിൽ മാത്രം കേന്ദ്രീകരിച്ച് ഒറ്റ ഡയറക്ടർ മാത്രമായിക്കൊണ്ടൊരു കമ്പനി തുടങ്ങുന്നത്. ഈ കമ്പനിയുടെ പൂർവ്വകാല ചരിത്രം ചോദിക്കുമ്പോഴാണ് അതിൽ ജോലി ചെയ്തിരുന്ന ആളുകൾക്കാണ് അതിൻ്റെ വിശദാംശങ്ങൾ അറിയുക എന്ന് എഴുതി പഠിപ്പിച്ചു വിട്ട ഉത്തരമാണ് EDയുടെ മുന്നിൽ വീണ വിജയൻ നൽകിയത്. എന്നാൽ ED വിദേശ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ, സമഗ്രമായ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വീണ വിജയന് തൃപ്തികരമായ ഉത്തരം നൽകാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ 8.5 മണിക്കൂർ നേരത്തെ ചോദ്യം ചെയ്യലിൽ നിന്ന്. ED വീണ്ടും വീണയെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും എന്നുള്ളത് വ്യക്തമായിരിക്കുന്ന കാരണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടപ്പോൾ 134 തെളിവുകളും അനുബന്ധ രേഖകളുമായി ഏതാണ്ട് 54 വോള്യങ്ങളായിട്ടുള്ള ആ രേഖകളെല്ലാം PMLA കോടതി EDക്ക് കൈമാറണം എന്നുള്ളൊരു ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് EDക്ക് ഇന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രേഖകൾ കൂടി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ CMRL കർത്തയുടെ കുടുംബത്തെ, അതായത് കുടുംബത്തെ CMRL കർത്താവിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മകൾ, അദ്ദേഹത്തിൻ്റെ മകൻ എന്നിവരെ എല്ലാവരെയും ചോദ്യം ചെയ്തപ്പോൾ EDക്ക് ലഭ്യമായ വിവരങ്ങൾ കൂട്ടിവെച്ചുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സമർപ്പിച്ച ആ രേഖകൾ കൂടി ഒരുമിച്ച് വെച്ചുകൊണ്ട് വീണ വിജയൻ ഇതുവരെ ചോദ്യം ചെയ്തപ്പോൾ കൊടുത്ത ഉത്തരങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് വീണ്ടും ഒരു വലിയ ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ട് വീണ വിജയനെ ചോദ്യം ചെയ്യലിന് വേണ്ടി ED വിളിച്ചു വരുത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇത് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഇവിടെ ഞാൻ സാറിനോട് ചോദിക്കാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ എൻ്റെ സംശയം, ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡിന് വന്നു കഴിഞ്ഞപ്പോൾ EDയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും CPMൻ്റെ മുൻ മന്ത്രിമാരും പ്രാദേശിക നേതാക്കളും അണികളും പ്രവർത്തകരുമെല്ലാം അടക്കം ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുകയും ED റെയ്ഡിന് ശേഷം മടങ്ങിപ്പോകുമ്പോൾ അവരെ ആക്രമിക്കുകയും വധശ്രമത്തിന് വരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഇന്നലെ കൊച്ചിയിലെ ED ഓഫീസിൽ വീണ തൻ്റെ ഭർത്താവായ മുഹമ്മദ് റിയാസിൻ്റെ കൂടെ ഒരു കാറിൽ വരുന്നു. ആ കാറിൽ നിന്നും റിയാസ് വീണയെ അവിടെ ഇറക്കി വിട്ടിട്ട് കാറുമായി തിരിച്ചു പോകുന്നു. ഒരാളും EDയെ പ്രതിരോധിക്കാനോ പ്രകടനം നടത്തുവാനോ ജയ് വിളിക്കുവാനോ വെള്ളം നിറച്ച കുപ്പികൾ ED ഓഫീസിലേക്ക് വലിച്ചെറിയാനോ ഹെൽമറ്റ് വലിച്ചെറിയാനോ കമ്പുകൾ വലിച്ചെറിയാനോ ഒന്നും അവിടെ നമ്മൾ ആരെയും കണ്ടില്ല. എന്തുകൊണ്ടാണ് ആദ്യത്തെ ദിവസം ED റെയ്ഡിന് വന്നപ്പോൾ ഇത് പിണറായി വിജയനെ കൊടുക്കുന്നതിന് വേണ്ടി മകളിലൂടെ ED പിണറായി വിജയനിലേക്ക് എത്താനുള്ള ശ്രമമാണെന്ന് പറഞ്ഞ CPMകാർ ഇപ്പോൾ പിണറായി വിജയൻ ലക്ഷ്യമാക്കിയല്ലേ ED വീണയെ ചോദ്യം ചെയ്യുന്നത്? ഇപ്പോൾ CPMൻ്റെ നിലപാടിൽ നിന്ന് മാറ്റമുണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാർ ഇതിനെ വിലയിരുത്തുന്നത്? പ്രതിഭ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു മനുഷ്യന് വരുന്ന 2 അവസ്ഥകൾ, 2-4 ദിനം കൊണ്ട് ഒരുത്തിനെ ഇവിടെ അതിനേക്കാൾ നല്ലത് തണ്ടിലേറ്റി നടത്തുന്നത് ഭവാൻ, ആ രീതിയിൽ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ഒരു 2 ആഴ്ച മുമ്പ് ED ഓഫീസിന് മുമ്പിൽ വീണ വിജയന്റെ വീട്ടില് പിണറായി വിജയന്റെ വീട്ടിലേക്ക് ഉദ്യോഗസ്ഥർ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വെല്ലുവിളി എന്തായിരുന്നു ആലോചിക്കൂ. എല്ലാ മാരകായുധങ്ങൾ, കിട്ടാവുന്ന എല്ലാ മാരകായുധങ്ങളും ഉപയോഗിച്ച്
ഞങ്ങളുടെ പ്രിയ സഖാവിനെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അന്ന് ചോദ്യം ചെയ്യാൻ ചെന്ന ഇവരെയാണ്. അപ്പോൾ പ്രിയ സഖാവിനെ അത് പിണറായി വിജയൻ്റെ പേരിൽ യാതൊരു കേസുമില്ല, ഇവിടെ വീണാ വിജയനെ രക്ഷിക്കണം എന്ന് ചാവേറ് പോലെ ചാകാനും ജയിലിൽ പോകാനും തയ്യാറായിട്ടിരുന്ന കുറച്ച് DYFI മണ്ടന്മാർ പോഴന്മാരുണ്ടായിരുന്നു പറയാം. സർ, സ്കൂൾ കുട്ടികൾ പോലും സമരം ചെയ്യുമ്പോൾ വടിക്കമ്പോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പോലീസിന് നേരെയോ അല്ലെങ്കിൽ എവിടെയാണ് ഇങ്ങനെ ഒരു സമരം നടക്കുമ്പോൾ വലിച്ചെറിയുന്നൊരു ചരിത്രം പോലും കണ്ടിട്ടില്ല. അവിടെയാണ് സംസ്ഥാനം ഭരിച്ചിരുന്ന ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഒരു റെയ്ഡ് നടക്കുമ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടി എന്നോണം അത് വീണ CPM-കാരി പോലുമല്ല, അന്ന് പ്രതിരോധം തീർച്ച ആളുകളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. സാറ് തുടർന്ന് പറഞ്ഞു. അവരിപ്പോൾ അവരുടെ മാനസികാവസ്ഥ ജാമ്യം കിട്ടാതെ ജയിലിൽ കിടന്ന് 24 മണിക്കൂർ ഇവർ ശവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണാ വിജയനെ അച്ഛനെ അമ്മയൊക്കെ ശവിക്കുന്നുണ്ട്. അവരുടെ ഈ ജയിലിൽ കിടക്കുന്നവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ശവിക്കുന്നുണ്ട്. ഇവർ കാരണമാണ് ഞങ്ങൾക്ക് ഗതി വന്നേ, ഞങ്ങളുടെ മകൻ ഈ ഗതി വന്നേ നമ്മൾ വിചാരിക്കും. ഇന്നലെ വരാത്ത ഇന്നലെ റിയാസ് പോലും കൊണ്ടുവിട്ടിട്ട് പെട്ടെന്ന് പോവുക, അവിടെ നിന്നില്ല. അതെ, അതാണ് ചോദ്യം. ഈ മെയ് 21-ാം തീയതിക്ക് ശേഷം CPM-ന് എന്ത് സംഭവിച്ചു? അന്നായിരുന്നു റെയ്ഡ് നടത്തിയതാണല്ലോ. അപ്പോൾ മെയ് 21-ന് ശേഷം CPM-ന് എന്ത് പറ്റിയത് രണ്ടാമത്തെ കാര്യം, എല്ലാവരെയും പേടിപ്പിച്ച് കാര്യങ്ങൾ നടത്താമെന്നുള്ള ധാരണയ്ക്ക് ആദ്യത്തെ അടിയേറ്റു. 2, പേടിപ്പിക്കപ്പെട്ട ഇവർ അതിൽ കൂടുതൽ പേടിക്കുന്നവരാണെന്ന് തെളിഞ്ഞു. ഇനിയിപ്പോൾ റഹീമിനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ED സമരം ചെയ്യുന്നിടത്ത് ഈ റഹീമിനെ കാണുമോ, ശിവൻകുട്ടിയെ കാണുമോ? ഇന്നലെ ആരുമില്ലായിരുന്നല്ലോ അവിടെ. ഇന്നലെ ഇന്ത്യ കൊച്ചിയിലേക്കാരും വരാതെ റെയ്ഡ് നടന്നപ്പോൾ വന്നില്ല. ഇനി 2, ഇവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഞാൻ കാണുന്ന ഏക ഗ്യാരണ്ടി, അത് ഇത്തിരി അതിൽ കിടന്ന സ്റ്റേറ്റ്മെൻറ്റാണ്, ക്ഷമിക്കണം. ഈ ഡയറി കുറേ പേരുടെ പേരുകൂടിയുണ്ട്. RC, OC, PKK, PV, ഈ പേരുകൾ മാത്രമാണ് വീണാ വിജയന് രക്ഷപ്പെടാനുള്ള ഇപ്പോഴത്തെ താൽക്കാലിക ഗ്യാരണ്ടി. ഈ RC എന്നുള്ള വേണം വ്യാഖ്യാനിക്കാൻ രാജീവ് ചന്ദ്രശേഖറുണ്ട് ഇവിടെ BJP-യുടെ. തെളിയിച്ച് വരണം. എങ്ങനെയാണ് രമേശ് ചെന്നിത്തല വേണം പറയും ഞാനല്ല RC എന്ന് പറഞ്ഞാൽ അടുത്ത അന്വേഷണം തുടങ്ങണം. അത് തെളിയിക്കാൻ ഇനിയും മെനക്കെടാം. പക്ഷെ അവർ സമ്മതിച്ചിട്ടുണ്ട്, നിങ്ങൾ മേടിച്ചിട്ടില്ല എന്ന് ഇവരാരും പറഞ്ഞിട്ടില്ല. അതാണ് അവരുടെ ഏകാഗ്രത. പക്ഷെ ആ പരിസ്ഥിതി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ വീണാ വിജയന് പറയാൻ പറ്റും, വീണാ വിജയന് ഒരു മാപ്പുസാക്ഷിയാകേണ്ടി വരും. വീണാ വിജയന് രക്ഷപ്പെടണമെങ്കിൽ വീണാ വിജയൻ മാപ്പുസാക്ഷിയാകണം. ആ നിൽക്കുന്ന എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന പിണറായി വിജയനാണ് എന്നെ ഇതിനെല്ലാം പ്രേരിപ്പിച്ചത്, അല്ലെ പഴയ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ് എന്നെ ഇതിനെല്ലാം പ്രേരിപ്പിച്ചത്. ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയ പൈസ എൻ്റെ കയ്യിലല്ല ഉള്ളത്, ഇവരുടെ കയ്യിലാണ് എന്ന് പറഞ്ഞൊരു മാപ്പുസാക്ഷിയാകാൻ വീണാ വിജയൻ തയ്യാറാകുമോ? ചിലപ്പോൾ സർവൈവൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കൊണ്ട് ഏതറ്റം വരെ കൊണ്ടുപോകും. വീണാ വിജയൻ അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് പോയിന്റ് ഓഫ് നോ റിട്ടേൺ ഈ കൊച്ചിനെ തള്ളിവിട്ടാൽ ചിലപ്പം വീണാ വിജയനൊരു പെൺകുട്ടിയാണ്, അതിൻ്റേതായ മാനസിക ദൗർബല്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ബലമില്ലായ്മയുണ്ട്. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള തോന്നൽ, മറ്റുള്ളവരെല്ലാം രക്ഷപ്പെടുകയാണ്, ഞാൻ മാത്രം കുരുങ്ങാൻ പോകുന്ന തോന്നലുണ്ടായ ഉറപ്പ് എല്ലാവരെയും കൂടെ ഒരുമിച്ച് പൊക്കിക്കൊണ്ടുപോകാനേ വീണാ വിജയൻ തയ്യാറാവും. അല്ല, വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം വീണാ വിജയൻ തൻ്റെ എക്സാലോചിക്കുന്ന കമ്പനിയിലേക്ക് CMRL നിന്നും ചെയ്യാത്ത സേവനത്തിന് പണം മേടിച്ചു എന്നുള്ളതാണ് ഈ കേസിന് അടിസ്ഥാനമായിട്ട് വന്നിരിക്കുന്നൊരു കാര്യം. അപ്പോൾ ഇവിടെ CPM-കാരനോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനോ മറ്റേതെങ്കിലും തരത്തിൽ പങ്ക് ഉള്ളതായിട്ട് ആരും ഒന്നും പറയപ്പെടുന്നില്ല. ഈ ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിലാണ് ഇത്തരം കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതിന് വീണ GST അടച്ചിട്ടുണ്ടെന്ന് പിണറായി വിജയൻ തന്നെ പറയുന്നു. എന്നാൽ കള്ളപ്പണ ഇടപാട് നടക്കുമ്പോൾ അതിന് GST അടച്ചുകൊണ്ട് അത് അഴിമതി അല്ലാതെ ആകുന്നില്ല, കള്ളപ്പണമാകുന്നില്ല എന്നുള്ളതാണ് ED-യുടെ കണ്ടെത്തൽ. ഇപ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചത് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ വിചാരണ തുടങ്ങും മുമ്പ് ആ അന്വേഷണത്തെ സ്റ്റേ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ വിചാരണ തുടങ്ങും മുമ്പ് അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ് CMRL. ആ സ്റ്റേ നീങ്ങി കഴിയുമ്പോൾ തീർച്ചയായിട്ടും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ കുറ്റപത്രം സമർപ്പിച്ചത് വഴിയുള്ള അന്വേഷണങ്ങൾ തുടരന്വേഷണങ്ങൾ വരും. അവിടെ വീണാ വിജയൻ്റെ നിലപാടുകളെക്കുറിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാവും. അപ്പോൾ അതിനിടയിലാണ് ED ഇത്തരം അന്വേഷണങ്ങൾ നടത്തുന്നത്. ED ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൃത്യമായ വിവരങ്ങൾ ഒന്നും ED-ക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ തെളിവുകൾ ലഭ്യമായിട്ടില്ല, ഉത്തരങ്ങളിൽ അവ്യക്തതയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, മാത്രമല്ല ഇനിയിപ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ കൂടി കൂട്ടിവെച്ച് ചോദിക്കേണ്ടത് കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായും വീണാ വിജയൻ ഈ 8.5 മണിക്കൂർ ഇന്നലെ ചോദ്യം ചെയ്യപ്പെട്ടു. ഇതിനു മുൻപ് മെയ് 21-ാം തീയതി അവർ 8.5 മണിക്കൂർ റെയ്ഡ് നടന്നു, അതിനിടയിലും ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 10-15 മണിക്കൂർ നേരം വീണാ വിജയനെ ഇതിനകം തന്നെ ED ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും എന്ന് പറയുമ്പോൾ ED-യുടെ ഭാഗത്തു നിന്നും കിട്ടേണ്ടതായിട്ടുള്ള ഉത്തരങ്ങൾ അല്ലെങ്കിൽ നൽകേണ്ടതായിട്ടുള്ള തെളിവുകൾ വീണാ വിജയൻ നൽകിയിട്ടില്ല. അഥവാ ED-യുടെ ചോദ്യം
ചോദ്യം ചെയ്യലിൽ തൃപ്തികരമായ രീതിയിൽ വ്യക്തമായ സുതാര്യമായ തെളിവുകളോ മൊഴികളോ നൽകാൻ വീണയ്ക്ക് സാധിച്ചിട്ടില്ല. അതിനാൽ വീണ്ടും മൊഴിയെടുപ്പുണ്ടാകും, ചോദ്യം ചെയ്യലുണ്ടാകും എന്ന് പറയുമ്പോൾ തീർച്ചയായും കൃത്യമായ തെളിവുകളുടെ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇ ഡി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയാണ് വിദേശ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ നടത്തിയിരിക്കുന്ന ഇടപാടുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഏതാണ്ട് 132 ബാങ്ക് അക്കൗണ്ടുകളാണ് ഇ ഡി ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. അതിൽ വീണ വിജയന്റെ അക്കൗണ്ട് ഉണ്ട്. വീണ വിജയന്റെ ഏതാണ്ട് 19 കോടി രൂപയോളം ഇ ഡി കണ്ടുകെട്ടിയിട്ടുണ്ട്, മരവിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അടിസ്ഥാന വർഗത്തിന്റെ അടിയാള വർഗത്തിന്റെ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന CPM-ലെ ആരെങ്കിലും ഒരു നേതാവ് വീണ വിജയന്റെ അടുത്തോ അല്ലെങ്കിൽ പിണറായി വിജയനോടോ ചോദിക്കുന്നുണ്ടോ ഇത്രയും കോടി രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എവിടെ നിന്നാണ് വന്നത്, എന്ത് ജോലിയാണ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇത്രയും 19 കോടി രൂപ നിങ്ങളുടെ ബാങ്കിൽ ബാലൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ 19 കോടി രൂപ നിങ്ങൾ എവിടെ നിന്ന് കിട്ടി, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇതിനുള്ള ആദായ വരുമാന മാർഗം എവിടെ നിന്നാണ് എന്ന് ഈ അടിസ്ഥാന വർഗത്തിൻ്റെ അടിയാള വർഗത്തിൻ്റെ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയിൽ ആരെങ്കിലും ഒരാൾ വീണയോട് ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വീണ അതിന് കൃത്യമായ ഉത്തരം ഇ ഡിക്ക് നൽകി കഴിഞ്ഞാൽ ഇ ഡി ആ കണ്ടുകെട്ടിയ പണം ഇ ഡി ആ മരവിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളൊക്കെ അവർ അത് മാറ്റിക്കൊടുക്കും. അപ്പം ഇത്തരം കാര്യങ്ങൾ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നുണ്ടോ? നേരത്തെ വീണയെയും പിണറായി വിജയനും വെള്ളപൂശാൻ ഇറങ്ങിത്തിരിച്ച AK ബാലനും ജോൺ ബ്രിട്ടാസും MP ഗോവിന്ദനും അടക്കമുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞു വീണ വിജയൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, ഇ ഡിക്ക് അന്വേഷിക്കാം. അതായത് അവരിനി ഈ പരിപാടി പറഞ്ഞ് മുന്നോട്ട് വരാനില്ല, വീണയെ സംരക്ഷിക്കാനില്ല. പിണറായി വിജയൻ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടക്കണമെങ്കിൽ അപ്പോൾ നോക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇ ഡിയുടെ റെയ്ഡ് കഴിഞ്ഞതിന് ശേഷം അന്ന് പിണറായി വിജയൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് നേരിടാം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പിണറായി വിജയൻ പറഞ്ഞു എന്നെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ വീണയെ ചോദ്യം ചെയ്തതിന് എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുമിച്ച് നേരിടുന്നത്? വീണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ മറ്റേതെങ്കിലും പാർട്ടിയിലോ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു അറിവ്. അങ്ങനെയെങ്കിൽ ഒരു സ്വതന്ത്ര വ്യക്തിയായ വീണ വിജയനെതിരെ ഭാരതത്തിലെ ഇന്ത്യയിലെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി ഒരു അന്വേഷണം നടത്തുമ്പോൾ അത് കള്ളപ്പണം വെളുപ്പിച്ചതുമായ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമ്പോൾ എന്തിനാണ് CPM-കാർ വിരളി പിടിച്ച് ഇ ഡിയെ പ്രതിരോധിക്കാനും കല്ല് വലിച്ചെറിയാനും കാറിൻ്റെ ചില്ല് തല്ലിപ്പൊളിക്കാനും അവരെ വധിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്നലെ വീണ വിജയൻ 8.5 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ ആ വീരശൂര പരാക്രമത്തൊക്കെ ഇന്നലെ എവിടെ പോയിരുന്നു? അപ്പോൾ CPM-ലെ ആളുകളും കാര്യങ്ങൾ ഏതാണ്ട് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ഇത്തരം ചക്കളത്തി പോരാട്ടിനോ പൊറോട്ട നാടകത്തിനോ ഞങ്ങളില്ല. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കുക. ഞങ്ങൾക്ക് ഈ രക്തത്തിൽ പങ്കില്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കില്ല. ഇനി ഞങ്ങളെ കുരിശിലടിച്ച് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട എന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഒരു നടപടിയിലേക്ക് നിലപാടിലേക്ക് CPM മാറിയിട്ടുണ്ട്. അത് CPM-ൻ്റെ നേതാക്കളും പ്രവർത്തകരെല്ലാം ആ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്നലെ ഒരേ ഒരു CPM-കാരൻ മാത്രമേ നമ്മൾ വീണ വിജയൻ്റെ കൂടെ കണ്ടുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ഭർത്താവായ ഇപ്പോഴത്തെ CPM-ൻ്റെ MLA ആയ മുൻ മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസാണ് എന്നുള്ളതാണ്. അപ്പോൾ ആരും കുടുംബത്തിൽപ്പെട്ട ആരും അല്ലാതെ വീണയുടെ കൂടെ ഇപ്പോൾ CPM-കാരായ ആരും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, മടിയിൽ കനവില്ല എന്നുണ്ടെങ്കിൽ വീണ വിജയനെ ആരും ക്രൂശിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീണ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വീണയെ ഒരു കാരണവശാലും പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. അവരൊരു സ്ത്രീ എന്ന രീതിയിലുള്ള പരിഗണന അവർക്ക് കൊടുക്കണം. എന്നാൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ത്യയിലെ ശിക്ഷാ നിയമങ്ങൾ അനുസരിച്ച് മാതൃകാപരമായി അവരെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ നിയമ നടപടികളോ എടുക്കുകയോ ചെയ്യട്ടെ. അതല്ലേ അതിൻ്റെ ശരി. ഒരു ചെറിയ കൊനഷ്ടോടെ ചോദിച്ചുകൊണ്ട് എല്ലാ പ്രാവശ്യം ചെയ്യുന്നവരെയാ പിണറായി വിജയൻ എന്നാ ഇനി ഡൽഹിയിൽ പോയി അമിത്ഷായെയും ഇവരെ കാണുന്നത്, മോഡിയും കാണുന്നത്? ഇനി ഡൽഹി പോയി അമിത്ഷായോ മോദിയോ കണ്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നീക്കുപോക്ക് ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായിരിക്കും ഇനി അങ്ങനെ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി കാത്തിരിക്കാം.